ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വട്ടയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഡലിത്തട്ടാണ് ഉപയോഗിക്കുന്നത്. ഇഡലി തിന്നുന്ന പോലെ നമുക്കിത് കഴിക്കാൻ പറ്റും. മധുരം വേണ്ടവർക്ക് കൂടുതൽ മധുരം ഇടാം, ഇല്ലെങ്കിൽ മധുരം കുറച്ചിട്ടാലും മതിയാവും. ഇതിനായിട്ട് നമുക്കൊരു 2 കപ്പ് അരി എടുക്കാം. പച്ചരിയാണ് ഇതിന് നല്ലത്. അത് ഏറ്റവും ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഓവർനൈറ്റ് ഇടാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. ഈ കുതിർത്ത് വെച്ച അരി നമുക്കെടുത്തൊന്ന് അരയ്ക്കാം. അത് ജസ്റ്റ് ഒരു ഇച്ചിരി നേരം ഒന്ന് അരച്ചിട്ട്, നന്നായി അരയരുത്, അല്പം അരയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം അല്പം അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അത് നമുക്ക് കപ്പി കാച്ചാനായിട്ട് ഉപയോഗിക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം അധികം അരയാത്ത ഇതെടുത്തിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെച്ച് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കപ്പി കാച്ചാം. ഈ കപ്പി കാച്ചി വെച്ചേക്കുന്നത് നമുക്ക് ആറാൻ വെക്കാം. അത് ആറി കഴിയുമ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് ബാക്കി അരയ്ക്കാൻ പറ്റും. ഇത് പിന്നെ കുറച്ച് തേങ്ങ ഇടാം, ഒരു 1/2 കപ്പോളം തേങ്ങ ഇടാം. പിന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇടാം. പിന്നെ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഞാൻ ഇളം ചൂടുള്ള പാലാണ് ഒഴിക്കുന്നത്. ഭയങ്കര ചൂടുള്ളതല്ല, വെറും ഇളം ചൂടുള്ള വാമായിട്ടുള്ള പാലൊഴിക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ഉപയോഗിക്കാൻ പറ്റും. ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു 3 തൊട്ട് ഒരു 6 മണിക്കൂർ വരെ അടച്ച് മാറ്റി വെക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് പൊങ്ങി വരും. അത് ഏറ്റവും കുറവ് ഒരു 6 മണിക്കൂറൊക്കെ മതി. ചില ഈസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഓവർനൈറ്റ് വെക്കേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ കൂടുതലൊക്കെ വെക്കേണ്ടി വന്നേക്കും. പക്ഷെ ഒരു വലിയ പാത്രത്തിൽ വെക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പുളിച്ച് പുറത്ത് ചാടാൻ ചാൻസ് ഉണ്ട്. മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നു കഴിയുമ്പോഴേക്കും കൂടുതൽ മധുരം വേണ്ടവർക്ക് ഒരു അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇടാം. ചിലർ 10 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാരയൊക്കെ ഉപയോഗിക്കാറുണ്ട്. പഞ്ചസാര അധികം നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, അതുകൊണ്ട് അധികം ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി, പഞ്ചസാര ഉപയോഗിക്കുന്നവരാണ്, നന്നായിട്ട് ഇളക്കി അത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ ഇഡലിത്തട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പേ വയ്ക്കാം. ഓരോരുത്തരുടെ ഇഡലിത്തട്ട് ഓരോ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. പിന്നെ ഇഡലി ഉണ്ടാക്കുന്ന തട്ടെടുത്തിട്ട് അതിലേക്ക് ഒരു അല്പം നമുക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഇതിന് ശേഷം ഈ വെച്ചിരിക്കുന്ന മാവ് ഇതിനകത്തേക്ക്, ഈ ഇഡലി തട്ടിലേക്ക് കോരി ഒഴിക്കാം. ഇഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ, നമ്മൾ സാധാരണ ഇഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ തട്ടുകളിലേക്ക് ഇത് കോരി ഒഴിക്കാം. ഈ തട്ടിലേക്ക് ഇത് കോരി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഓരോന്നിൻ്റെ മുകളിലേക്ക് 2-3 ഉണക്കമുന്തിരിയും ഒരു കാഷ്യൂവും കൂടെ ഇട്ട് കൊടുക്കാം. കാഷ്യൂ ഒത്തിരി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഉണക്കമുന്തിരി ഒരു 3-4 എണ്ണമൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തിരിച്ച് ആ ഇഡലി തട്ടിനകത്തേക്ക് വെച്ച് ഇത് ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെയൊക്കെ എടുക്കാറുണ്ട്. ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്ക് നമുക്ക് അത് വെന്തോ എന്ന് നോക്കാം. ഒരു ഫോർക്ക് അല്ലെങ്കിൽ ഒരു നൈഫ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ചെറുതായിട്ടിട്ട് നോക്കാം. നന്നായിട്ട് വെന്തെങ്കിൽ ഫോർക്ക് നൈഫും ഒക്കെ ക്ലീനായിട്ട് തിരിച്ചു വരും, ഇല്ലെങ്കിൽ അതേലെ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് വെന്ത് കഴിയുമ്പോൾ ഇഡലിത്തട്ട് അതിനകത്തു നിന്ന് എടുത്ത് പുറത്തേക്ക് നമുക്ക് വെക്കാം. ഒരു 5-6 മിനിറ്റ് വെളിയിൽ വെച്ചതിന് ശേഷം മാത്രം നമ്മുടെ കയ്യിലുള്ള നൈഫ് കൊണ്ട് അത് നമുക്ക് നന്നായിട്ട് എടുത്ത് മാറ്റാം. നമ്മൾ ഇഡലിത്തട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് എടുക്കാൻ പറ്റും, ഉടഞ്ഞൊന്നും പോകാതെ നല്ല മനോഹരമായിട്ട് അത് എടുക്കാം. ഈ ഒരു വട്ടയപ്പത്തിൻ്റെ കൂടെ നമുക്ക് മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇതിന് ഓൾറെഡി ഒരല്പം മധുരം നമ്മൾ ആദ്യം ഇടുന്നുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻജോയ് ചെയ്യുക, പ്ലീസ് ഉണ്ടാക്കുക നിങ്ങളെല്ലാവരും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഒക്കെ പറയുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.